h of x equal to x 0 1 Riemann Integrable ആണ് എന്നുള്ള പ്രൂഫിൽ നമ്മൾ ആദ്യം എടുത്ത ഒരു സ്പെഷ്യൽ പാർട്ടീഷൻ ആണ് ടാക്സ് എടുക്കുമ്പോൾ സബ് ഇൻട്രവൽസിന്റെ മിഡ് പോയിന്റ്സ് എടുക്കുന്ന പാർട്ടീഷൻ. അതിനെ നമ്മൾ p എന്നല്ല q എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന shq equal to h is the function, q ടാക്സ് മിഡ് പോയിന്റ്സ് ആകുന്ന പാർട്ടീഷൻ, then shq equal to 1/2 എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇനി നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഏത് പാർട്ടീഷൻ എടുത്താലും അതിനെ shq ആയിട്ട് കണക്ട് ചെയ്ത്, ആക്ച്വലി ഇന്റഗ്രലിന്റെ വാല്യൂ 1/2 ആണ്. ഇന്റഗ്രൽ 0 to 1 x dx ആണ്. ഇന്റഗ്രൽ വാല്യൂ 1/2 ആണ്. അപ്പോൾ അത് shqൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് പാർട്ടീഷൻ എടുത്താലും shq തന്നെയാണ് ഇന്റഗ്രലിന്റെ വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത്. 1/2 ആണ് ഇന്റഗ്രലിന്റെ വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിഡ് പോയിന്റ്സ് എടുത്ത് ഫോം ചെയ്ത പാർട്ടീഷനെ നമ്മൾ q എന്ന് വിളിക്കുന്നു. അപ്പോൾ കിട്ടിയ നമ്മുടെ shqന്റെ വാല്യൂ 1/2 ആണ് എന്ന് ഓർക്കുക. നൗ വി കൺസിഡർ എനി പാർട്ടീഷൻ p ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ 0 1. ഇത് മുമ്പ് പറഞ്ഞ പോലെയല്ല, ഏത് പാർട്ടീഷൻ വേണമെങ്കിലും ആകട്ടെ, വിത്ത് നോം p ലെസ് ദാൻ ഡെൽറ്റ. നോം p ഡെൽറ്റയായി താഴെയുള്ള ചെറിയ നോംസ് ആണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ നോം p എന്ന് പറയുന്നത് ലാർജസ്റ്റ് സബ് ഇൻട്രവലിന്റെ ലെന്ത്, അല്ലെ മാക്സിമം ഓഫ് x1 മൈനസ് x0 x2 മൈനസ് x1 അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ട് ഏറ്റവും വലുതിന്റെ ലെന്ത് തന്നെ ഡെൽറ്റയായി താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ xi മൈനസ് xi മൈനസ് 1ഉം ഡെൽറ്റയായി താഴെയാണ്. ഏറ്റവും വലുത് ഡെൽറ്റയായി താഴെയാണ്. അപ്പോൾ പിന്നത്തെ അതിൽ ചെറുതാണല്ലോ, എല്ലാം ഡെൽറ്റയിൽ താഴെയാണ് എന്ന് നമുക്ക് അറിയാം. എല്ലാ ഐക്കും xi മൈനസ് xi മൈനസ് 1 ഡെൽറ്റയിൽ താഴെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്റർവെല്ലിൽ നിന്ന് ഒരു ടാഗ്, നമ്മൾ സാധാരണ പോലെ ടാഗ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ti എന്നാണ് വിളിക്കുക. ti എലമെന്റ് ഓഫ് xi മൈനസ് 1 xi, അതാണ് പാർട്ടീഷൻ പിയുടെ ടാഗ്. അതൊരു ടാഗാണ് എന്ന് ഓഫ് പി. പാർട്ടീഷൻ പിയുടെ ith സബ് ഇൻട്രവലിന്റെ ടാഗാണ് ti എന്ന് വിചാരിക്കുക. ആർബിട്രറി ആണ്. മുമ്പ് പറഞ്ഞ പോലെ മിഡ് പോയിന്റ് ഒന്നുമില്ല, ഇവിടുത്തെ ഏത് പോയിന്റിനെ വേണമെങ്കിലും നമുക്ക് ti ആയിട്ട് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ക്യൂവിലെടുത്ത സബ് ഇൻട്രവൽസ് ഈ പിയിലെടുത്ത സബ് ഇൻട്രവൽസ് തന്നെ ആക്കി സെലക്ട് ചെയ്യാം. പിയിലെ സബ് ഇൻട്രവൽസ് ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആദ്യത്തെ പോയിന്റ് a ഈക്വൽ ടു x0, പിന്നെ പിയിലെ അടുത്ത x1 ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ ക്യൂവിൻ്റെയും x1 സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുക. നമ്മൾ ക്യൂവിൽ എന്നാ ചെയ്തിരിക്കുന്നത്, ടാക്സ് എടുക്കുമ്പം സബ് ഇൻട്രവൽസിന്റെ മിഡ് പോയിന്റ്സ് എന്നാണ് ക്യൂവിന് പ്രത്യേകത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാക്സിനാണ് അവിടെ പ്രത്യേകത. അപ്പോൾ ഇന്റർവൽസ് സെയിം ആയിട്ട് പിയിലും ക്യൂവിലും സെലക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഇന്റർവൽസ് ഓഫ് പി ആൻഡ് ക്യൂ ആർ സെയിം എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടിഐയും ക്യൂഐയും എവിടെയായിരിക്കും? ti is a point of xi minus 1 xi and qi is a midpoint of xi minus 1 xi. So ti and qi are members of this same subinterval xi minus 1 xi എന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്താ ti മൈനസ് qiയുടെ മോഡുലസ് അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ അകത്തെ രണ്ട് പോയിന്റ്സാണ്. ഇതിൻ്റെ തന്നെ xi മൈനസ് xi മൈനസ് 1 എന്ന് പറയുന്നത് തന്നെ ലെസ് ദാൻ ഡെൽറ്റ ആണ്. ഈ ti ആണോ qi ആണോ വലുതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മോഡുലസ് പറഞ്ഞത്. വലുത് ഏതാണോ അതിൽ നിന്ന് ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ അങ്ങേറ്റവും ഇങ്ങേറ്റവും തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റയായി താഴെയാണ്. അപ്പോൾ അതിനിടയ്ക്കത്തെ രണ്ട് പോയിന്റ്സാണ് tiയും qiയും. ദാറ്റ് മീൻസ് ti മൈനസ് qi മോഡുലസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ സിൻസ് xi മൈനസ് 1 ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇതിലെ അറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് xi മൈനസ് 1 ലെസ് ദാൻ ഡെൽറ്റ നമുക്കുണ്ട്. അപ്പോൾ അതിനിടയ്ക്കത്തെ രണ്ട് പോയിന്റ്സ് ആണ് tiയും qiയും എന്നുള്ളതുകൊണ്ട് ഒരേ ഇൻട്രവൽസ് ആണ് പിയിലും ക്യൂവിലും സെറ്റ് ചെയ്തിരിക്കുക. ഒരു ഇൻട്രവലിന്റെ മിഡ് പോയിന്റ് ആണ് qi, ആ ഇൻട്രവലിലെ ഒരു പോയിന്റ് ആണ് ti. രണ്ടും സെയിം ഇൻട്രവലിലെ പോയിന്റ്സ് ആണ്. ഇൻട്രവലിന്റെ വിഡ്ത്ത് തന്നെ ഡെൽറ്റയായി താഴെയാണ്. അതുകൊണ്ട് ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഏതാ വലുതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എഴുതി. നൗ നമ്മൾ പറഞ്ഞത് shqന്റെ വാല്യൂ തന്നെയാണ് fpക്ക് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ shqവും sfpയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലുത് ഏതാ ചെറുതാണ് എന്നറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ മോഡുലസ് എടുക്കുന്നു. ഡിഫറൻസ് ഓഫ് shq മൈനസ് sfp ഈക്വൽ ടു shq എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സിഗ്മ
I equal to 1 to n. SHQ ആകുമ്പോൾ അവിടുത്തെ ടാഗ് ഉപയോഗിച്ച് h of SHP വേണമെങ്കിൽ അത് എഴുതാം. PLA any partition SHP minus SHQ എന്ന് നമുക്ക് എഴുതിക്കാം. SHP minus SHQ. പിയിലാകുമ്പോൾ ടാഗിന് TI പ്രത്യേകതയൊന്നുമില്ല. h of TI into xi minus 1 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്യൂവിലാകുമ്പോൾ ടാഗിനെ നമ്മൾ വിളിച്ചത് QI എന്നാണ്. അപ്പോൾ ഈ സബ്ട്രാക്ഷനിൽ SHQ ഫംഗ്ഷൻ h ആണ് SHQ. അപ്പോൾ നമുക്ക് എഴുതേണ്ട എന്താ h of QI. ടാഗിൻ്റെ പേര് QI എന്നേ ഉള്ളൂ. QI മിഡ് പോയിന്റ് കൂടെയാണ് xi minus 1 എന്നാണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. അപ്പോൾ മോഡുലസ് ആണ്, ഇതിൻ്റെ മൊത്തം മോഡുലസ് ആണ് നമ്മൾക്ക് പരിഗണിക്കാനുള്ളത്. Then we can write value of the function sigma I equal to 1 to n. h of ti യുടെ വാല്യൂ എന്നാ h of x equal to x. അപ്പോൾ ഇവിടെ അത് ti ആയിരിക്കും. ti into xi minus 1 എന്ന് എഴുതാം. മൈനസ് ഓഫ് h of qi എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ അത് തന്നെയാണ്, പോയിന്റ് തന്നെയാണ്. qi into xi minus 1 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ആൻഡ് ദിസ് ഈക്വൽ ടു രണ്ടും ഒരേ സമ്മേഷൻ i ഈക്വൽ ടു 1 to n ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സിംഗിൾ സമ്മേഷനിൽ എഴുതാം. സിഗ്മ i ഈക്വൽ ടു 1 to n. പിന്നെ xi minus 1 കോമൺ ആണ്. പിന്നെ ഉള്ളത് എന്താ ti minus qi ആണ്. ti minus qi ഇൻറ്റു xi minus 1 എന്നതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഇറ്റ്സ് മോഡുലസ്. അപ്പോൾ ഈ മോഡുലസിൽ പല ടേംസ് ഉണ്ട്. അതിൽ മോഡുലസ് ഓഫ് എ ബി എന്നുള്ളത് വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സമ്മാണ്. സമ്മാകുമ്പോൾ ട്രയാംഗുലർ ഒത്തിരി സമ്മുണ്ട്. അപ്പോൾ പലതവണ ട്രയാംഗുലർ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n. സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ടി ഐ മൈനസ് ക്യു ഐ ഇൻറ്റു xi minus 1. ഇത് ട്രയാംഗുലർ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താൽ. ഇനി ഇതിൽ ഓരോ മോഡുലസിലും മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ടി ഐ മൈനസ് ക്യു ഐ ഇൻറ്റു മോഡുലസ് ഓഫ് xi minus 1 എന്നാവും. മോഡുലസ് ഓഫ് xi minus 1. പക്ഷേ ടി ഐ ക്യു ഐ നമുക്കറിയത്തില്ല ആരാ വരുന്നത്. xi minus 1 പറയുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ലിൻ്റെ റൈറ്റ് എൻഡ് പോയിന്റ് xi ആണ് വലുത്. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ അവിടെ നമുക്കതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ടി ഐ മൈനസ് ക്യു ഐ ഇൻറ്റു xi minus 1 എന്ന് എഴുതിയാൽ മതി. ആൻഡ് വി ഹാവ് മോഡുലസ് ഓഫ് ടി ഐ മൈനസ് ക്യു ഐ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലെസ് ദാൻ ഡെൽറ്റ ആണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ. ഇനീക്വാളിറ്റി ഇപ്പോൾ സ്ട്രിക്റ്റ് ആയി. സ്ട്രിക്ട്ലി ലെസ് ദാൻ സിഗ്മ ഐ ഈക്വൽ ടു 1 to n. എല്ലാ ടി ഐ മൈനസ് ക്യു ഐയും ഡെൽറ്റ ആയി താഴെയാണ്. എല്ലാ നോംബി ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് എല്ലാ ഇൻ്റർവെൽസിലും എൻ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ ആയി താഴെയാണ്. അപ്പോൾ ഏത് ടി ഐയും ക്യു ഐയും എടുത്താലും ഡെൽറ്റ ആയി താഴെയാണ്. xi minus 1. അപ്പോൾ ഡെൽറ്റ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ആയിട്ട് ഈ ഇനീക്വാളിറ്റിയിൽ നിൽക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ സമ്മേഷന് പുറത്ത് ഡെൽറ്റയെ കൊണ്ടുവരാം. ഡെൽറ്റ ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi minus 1 എന്ന് നമുക്ക് എഴുതാം. ഐ ഈക്വൽ ടു 1 to n. അപ്പോൾ നമുക്ക് ഐ വാല്യൂ കൊടുക്കാം. ഡെൽറ്റ ഇൻറ്റു ആദ്യം ഐ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇതൊക്കെ മുമ്പ് ചെയ്തതാണ്. x1 മൈനസ് x0 പ്ലസ് ഐ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ x2 മൈനസ് x1 പ്ലസ് എക്സെട്ര പ്ലസ് xn മൈനസ് 1. ഇവിടെ x0 ഇനി വരത്തില്ല. അപ്പം x0 ക്യാൻസൽ ചെയ്യാൻ സാധ്യതയില്ല. x1 മൈനസ് x1 ക്യാൻസൽസ്. x2 മൈനസ് x2 ക്യാൻസൽസ്. xn വേറെ ഇല്ല. xn മൈനസ് 1 പുറയിലുണ്ട്. അപ്പോൾ അത് xn മൈനസ് x0 എന്നാവും. ഡെൽറ്റ ഇൻറ്റു xn മൈനസ് x0. xn ഈക്വൽ ടു ഇൻ്റർവെലിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഇൻ്റർവെലിൻ്റെ അപ്പോൾ 1 ആണ്. x0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഡെൽറ്റ ഇൻറ്റു 1 മൈനസ് 0 ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ SHPയും SHQവും തമ്മിലുള്ള ഡെൽറ്റ ഇസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ ക്യാൻ ബി മെയ്ഡ് ആർബിട്രറി സ്മോൾ. അപ്പോൾ SHPയും SHQവും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വേണേലും ചെറുതാക്കാം. ഇത് തമ്മിലുള്ള ഡിഫറൻസേ ഇല്ല. ഇവർ രണ്ടും ഒന്നാണ്. ബട്ട് വി
derived SHQ equal to 1. We have derived SHQ equal to 1/2. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് ഇല്ല, ഇവർ രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ SHPയും എന്താണ്? SHP equal to 1/2 എന്നും നമുക്ക് പറയാം. ഇവർ തമ്മിൽ ഡിഫറൻസേ ഇല്ല, ഇവർ രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ SHPയും SHQവും 1/2 ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏത് പാർട്ടീഷനും റീമാൻ സമ്മിൻ്റെ ലിമിറ്റ് എങ്ങോട്ട് പോകും? 1/2ലേക്ക് പോകും. അതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 1 x dx എല്ലാ പാർട്ടീഷൻസിനും മിഡ് പോയിന്റ് ടാഗായിട്ട് സെലക്ട് ചെയ്യുമ്പോഴല്ല, ഏത് പോയിന്റ് ടാഗായിട്ട് സെലക്ട് ചെയ്താലും മിഡ് പോയിന്റ് ടാഗായിട്ട് സെലക്ട് ചെയ്തതുമായിട്ട് വ്യത്യാസമില്ല. അവിടെ കിട്ടിയത് 1/2 ആണ്. അതുകൊണ്ട് ഇതും 1/2 ആകും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 x dx equal to 1/2. അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ h of x equal to x is Riemann integrable over 0, 1, or we can write h element of R of 0, 1. അപ്പോൾ അങ്ങനെയൊക്കെ പല വേരിയേഷൻസിൽ അതിനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് റീമാൻ സം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാവുന്ന 3 ചെറിയ റിസൾട്ടുകളാണ്. റിസൾട്ടുകളെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ പ്രൂഫൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത തീരത്തിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ റിസൾട്ടുകൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. SKFP equal to K into SFP എന്നുള്ളതാണ് ആദ്യത്തെ റിസൾട്ട്. അതിനൊരു പ്രയാസവും ഇല്ല. നമ്മൾ SKFP എന്ന് എഴുതുന്നു. ഇത് ഫംഗ്ഷനാണ്. SKFP എങ്ങനെ എഴുതുന്നത്? ഏതെഴുതിയാലും സിഗ്മ I equal to 1 to n. KF ആകുമ്പോൾ എന്താ വേണ്ടത്? ആ ഫംഗ്ഷൻ്റെ വാല്യൂ അവിടുത്തെ ടാഗ് TIയിൽ ഇൻറ്റു ആ ഇൻ്റർവെല്ലിൽ xi മൈനസ് 1 ആണ് എഴുതേണ്ടത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇത് 10f. 10f അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്? 10 മാറ്റി നിർത്തിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. സിഗ്മ I equal to 1 to n. കെയ്ക്ക് എഫുമായിട്ട് ബന്ധമില്ലാതെ തന്നെ മാറ്റി നിർത്താം. K ഇൻറ്റു എഫ് ഓഫ് ടി ഐ എന്ന് നമുക്കിതിനെ K ഇൻറ്റു എഫ് ഓഫ് ടി ഐ എന്ന് നമുക്കിതിനെ എഴുതാം. ഇൻറ്റു xi മൈനസ്. അപ്പോൾ K കോൺസ്റ്റൻ്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ K പുറത്ത് എഴുതാം. പിന്നെ എന്താ കിട്ടുക? സിഗ്മ I equal to 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു xi മൈനസ് for any tagged partition P of AB for all tagged TI. പ്രത്യേകതയൊന്നുമില്ല, മുമ്പ് പറഞ്ഞ പോലെ ഒന്നുമല്ല, മിഡ് പോയിന്റ് ഒന്നും എടുത്തിട്ടില്ല. ഓരോ ഇൻ്റർവെല്ലിൽ ഏതുവാണെങ്കിലും ആകാം പോയിന്റ്. ടാഗ്ഡ് പാർട്ടീഷൻ P ഓഫ് AB. എല്ലാ ടാഗ്ഡ് പാർട്ടീഷനും ഈ റിസൾട്ട് ശരിയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന തന്നെ സോ SKFP ഈക്വൽ ടു ഈ എഴുതിയേക്കുന്ന തന്നെ K ഇൻറ്റു SFP എന്നാണ്. K ഇൻറ്റു എല്ലാ ടാഗ്ഡ് പാർട്ടീഷനും ശരിയായതുകൊണ്ട് റിസൾട്ട് നമുക്കിങ്ങനെ എഴുതാം. ഇനി അടുത്തൊരു റിസൾട്ട് SF പ്ലസ് G എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റീമാൻ സം ഈക്വൽ ടു, അത് നമുക്ക് SFPയും SGPയും വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് സം എടുത്താൽ കിട്ടും എന്നാണ് പറയാൻ പോകുന്നത്. അതും എളുപ്പമാണ്. SF പ്ലസ് GP ബുക്കിൽ ബുക്കിൽ ഇതിൻ്റെ പ്രൂഫ് ഇല്ല കേട്ടോ, പക്ഷെ നമുക്കിത് പെട്ടെന്ന് എഴുതാവുന്നുള്ളൂ. ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കിത് SF പ്ലസ് GP എന്ന് പറയുന്നത് എന്താ? സിഗ്മ I equal to 1 to n. ഫംഗ്ഷൻ്റെ ടാഗിലെ വാല്യൂ, ഫംഗ്ഷൻ ഇപ്പോൾ F പ്ലസ് G ആണ്, അതുകൊണ്ട് F പ്ലസ് G ഓഫ് TI എന്ന് നമ്മൾ എഴുതും. ഇൻറ്റു ആ ഇൻ്റർവെല്ലിൽ xi മൈനസ് 1 ആണ് നമുക്ക് എഴുതേണ്ടത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു F പ്ലസ് G ഓഫ് TI എന്ന് പറയുന്നത് നമുക്കറിയാം. ഫംഗ്ഷൻ്റെ സമ്മിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്കറിയാം. അത് F ഓഫ് TI പ്ലസ് G ഓഫ് TI ആണ് എന്നെല്ലാവർക്കും അറിയാം. ഇൻറ്റു xi മൈനസ് 1. അപ്പോൾ നമുക്കതിനെ രണ്ടാക്കാം. എങ്ങനെ രണ്ടാക്കാം? സിഗ്മ I equal to 1 to n. ഒറ്റ സ്റ്റെപ്പിൽ രണ്ട് സമ്മേഷൻ ആക്കാമല്ലോ. F ഓഫ് TI ഇൻറ്റു xi മൈനസ് 1 പ്ലസ് സമ്മേഷനകത്ത് എഴുതാം. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആക്കുകയും ചെയ്യാം. സിഗ്മ I equal to 1 to n G of TI ഇൻറ്റു xi മൈനസ് സിംഗിൾ സമ്മേഷനെ രണ്ട് സമ്മേഷനും ആക്കാം. xi മൈനസ് 1 എന്ന് എഴുതാം. ഇത് എല്ലാ for all tagged partition P of closed interval AB. ഇതെല്ലാം ടാഗ്ഡ് പാർട്ടീഷന് ശരിയാണെങ്കിൽ SF പ്ലസ് GP ഈക്വൽ ടു, ആദ്യം കാണുന്നത് SFP ആണ്. SFP രണ്ടാമത് എല്ലാ ടാഗ്ഡ് പാർട്ടീഷനും ശരിയാണെങ്കിൽ അടുത്തത് SGP ആണ്. SFP പ്ലസ് SGP ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതുപോലെ ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്.